ദുബായ് ഭരണാധികാരിയുടെ എക്സ് ഭാര്യയോട് ദുബായിലെ രാജകൊട്ടാരത്തിൽ അവർക്ക് എന്തൊക്കെ സൗകര്യങ്ങളാണ് നൽകിയിരുന്നതെന്ന് ജഡ്ജി ചോദിച്ചപ്പോൾ അവർ നിറഞ്ഞ കോടതിയിൽ നൽകിയ മറുപടി കേട്ട് എല്ലാവരും അക്ഷരാർത്ഥത്തിൽ സ്തംഭിച്ചുപോയി. സുഹൃത്തുക്കളെ, തന്റെ നഗരത്തെ മുഴുവൻ ആഡംബരത്തിന്റെ കേന്ദ്രമാക്കി മാറ്റിയ ഒരാളുടെ വ്യക്തിജീവിതം എത്രത്തോളം രാജകീയമായിരിക്കുമെന്ന് ഊഹിക്കുന്നത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ദുബായ് അമീർ അല്ലെങ്കിൽ ദുബായ് രാജാവ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അദ്ദേഹം ദുബായ് ഭരണാധികാരി മാത്രമല്ല, മുഴുവൻ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെയും വൈസ് പ്രസിഡന്റ് കൂടിയാണ്. അദ്ദേഹത്തിന്റെ പക്കൽ ഇത്രയധികം സമ്പത്തുണ്ട്. അത് 1000 തുല്യഭാഗങ്ങളായി വിഭജിച്ചാൽ പോലും, അതിൽ നിന്ന് ഒരു ഭാഗം മാത്രമെടുത്ത് ചിലവഴിച്ചാൽ പോലും ഒരു ടെസ്ല റോഡ്സ്റ്റർ, ഒരു റോൾസ് റോയ്സ് ഫാൻഡം, 2 ലാൻഡ് ക്രൂയിസർ, 3 മെഴ്സിഡസ് എസ്യുവികൾ, പാം ജുമേറയിൽ ഒരു ആഡംബര ബീച്ച് വില്ല എന്നിവ വാങ്ങാൻ സാധിക്കും. സിഇഒ വേൾഡ് മാഗസിൻ, ബിസിനസ് ഇൻസൈഡർ എന്നിവയുടെ സമീപകാല റിപ്പോർട്ട് അനുസരിച്ച് ദുബായ് ഭരണാധികാരി $4 ബില്യൺ ഉടമയാണ്. ഇതൊരു ഔദ്യോഗിക കണക്ക് മാത്രമാണ്. എന്നാൽ പല കണക്കുകളും സൂചിപ്പിക്കുന്നത് ലോകമെമ്പാടുമുള്ള അദ്ദേഹത്തിന്റെ നേരിട്ടുള്ളതും അല്ലാത്തതുമായ എല്ലാ വസ്തുവകകളും നിക്ഷേപങ്ങളും കൂട്ടിച്ചേർത്താൽ ദുബായ് ഭരണാധികാരി $31.9 ബില്യൺ ഉടമയാണെന്നാണ്. ഇന്ത്യൻ കറൻസിയിൽ ഇത് ഏകദേശം 10,084 കോടി രൂപയാണ്. ഇത്ര വലിയ തുക ഒരാളുടെ പക്കലുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ചിലവുകളും ആ നിലവാരത്തിലുള്ളതായിരിക്കുമല്ലോ. ഷെയ്ഖ് മുഹമ്മദിന്റെ കാർ ശേഖരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ റോൾസ് റോയ്സ് ഫാൻഡം, റോൾസ് റോയ്സ് ഗോസ്റ്റ്, ബുഗാട്ടി വെറോൺ, പിക്കാസോ, ന്യൂ ഡെവിൽ 16 എന്നിവയുൾപ്പെടെ ലോകത്തിലെ ഏറ്റവും വില കൂടിയ നിരവധി കാറുകൾ അദ്ദേഹത്തിനുണ്ട്. എന്നാൽ അദ്ദേഹത്തെ പലപ്പോഴും മെഴ്സിഡസ് G63യിലാണ് കാണാറുള്ളത്. ഒരുപക്ഷെ ഇതായിരിക്കാം അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട എസ്യുവി. അദ്ദേഹത്തിന്റെ എല്ലാ വാഹനങ്ങളുടെയും നമ്പർ ദുബായ് 1 ആണ്. ഇത് ദുബായിലെ VIP നമ്പറായി അറിയപ്പെടുന്നു. ദുബായ് ഭരണാധികാരി അല്ലാതെ മറ്റാർക്കും ഇത് വാങ്ങാൻ കഴിയില്ല. അതിശയിപ്പിക്കുന്ന കാര്യമെന്തെന്നാൽ ഈ നമ്പറിന്റെ വില മാത്രം അദ്ദേഹത്തിന്റെ കാറുകളുടെ വിലയേക്കാൾ കൂടുതലാണ്. ഇതിന്റെ ഏകദേശ വില അറിയാൻ ഒരു ഉദാഹരണം പറയാം. ദുബായിലെ തന്നെ ഒരു കോടീശ്വരനായ അബൂ സബ തന്റെ കാറിനായി ദുബായ് 5 എന്ന നമ്പർ $9 മില്യൺ വാങ്ങിയത്, അതായത് 70 കോടി രൂപയ്ക്ക്. അന്ന് അദ്ദേഹത്തിന്റെ കാറിന്റെ വില വെറും $8 ലക്ഷം ആയിരുന്നു. ദുബായിൽ VIP നമ്പർ പ്ലേറ്റുകളുടെ നമ്പർ ചെറുതാകും തോറും അതിന്റെ വില കൂടിക്കൊണ്ടിരിക്കും. അബൂ സബ ദുബായ് 5 നമ്പർ 70 കോടി രൂപയ്ക്കാണ് വാങ്ങിയതെങ്കിൽ ദുബായ് ഭരണാധികാരിയുടെ ദുബായ് 1 നമ്പർ എത്ര രൂപയ്ക്കായിരിക്കും വാങ്ങിയിട്ടുണ്ടാവുക എന്നാലോചിച്ചു നോക്കൂ. കാറുകൾക്ക് പുറമെ പറയുകയാണെങ്കിൽ ഔദ്യോഗികമായി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് ദുബായിലെ സബീൽ കൊട്ടാരത്തിലാണ് താമസിക്കുന്നത്. 100 ഏക്കറോളം വരുന്ന ഈ കൊട്ടാര സമുച്ചയം ചെറുതും വലുതുമായ നിരവധി കൊട്ടാരങ്ങൾ നിറഞ്ഞതാണ്. ഇത്ര വലിയ വിസ്തൃതിയും അവിടുത്തെ കൊട്ടാരങ്ങളും കാണുമ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബം മുഴുവൻ അവിടെയാണ് താമസിക്കുന്നതെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷെ അങ്ങനെയല്ല. സബീൽ കൊട്ടാരത്തിന് നേരെ എതിർവശത്ത് 60 ഏക്കറോളം വരുന്ന പച്ചപ്പു നിറഞ്ഞ മറ്റൊരു ഭൂമിയുണ്ട്. അത് അദ്ദേഹത്തിന്റെ മകനും ദുബായ് കിരീടാവകാശിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ റാഷിദ് അൽ മക്തൂമിനു വേണ്ടി മാത്രമുള്ളതാണ്. കാര്യങ്ങൾ അവിടെ അവസാനിക്കുന്നില്ല. അദ്ദേഹം 6 വിവാഹങ്ങൾ കഴിച്ച് 26 മക്കളുടെ പിതാവായ അദ്ദേഹം തന്റെ കുടുംബത്തിന് താമസിക്കാൻ ഈ 2 കൊട്ടാരങ്ങൾ മാത്രമല്ല ഒരുക്കിയിരിക്കുന്നത്. ദുബായിൽ തന്നെ 2 സ്വകാര്യ ദ്വീപുകളും ഷെയ്ഖ് മുഹമ്മദിന് സ്വന്തമായുണ്ട്. ജുമൈറ ബീച്ചിനടുത്തുള്ള ഒരു സ്വകാര്യ ദ്വീപിൽ 17 ചെറിയ ബീച്ച് വില്ലകളും ഒരു മനോഹരമായ കൊട്ടാരവുമുണ്ട്. പാം ജുമൈറയ്ക്കടുത്തുള്ള 2ാമത്തെ ദ്വീപിൽ സ്വകാര്യ ബീച്ചുകൾ, 2 കൊട്ടാരങ്ങൾ, പച്ചപ്പു നിറഞ്ഞ മനോഹരമായ പൂന്തോട്ടങ്ങൾ കാണാൻ സാധിക്കും. ഇനി വിനോദത്തിനായി കൂടുതൽ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ 2 ദ്വീപുകളിലും സ്വകാര്യ യാട്ടുകളും ലഭ്യമാണ്. 1ഓ 2ഓ അല്ല, ഓരോ ദ്വീപിലും 4-5 ആഡംബര ബോട്ടുകൾ കാണാൻ സാധിക്കും. ഇവയ്ക്കെല്ലാം പുറമെ ദുബായ് ഭരണാധികാരിക്ക് ഒരു സൂപ്പർ യാട്ട് കൂടിയുണ്ട്. ഇതിന് ഔദ്യോഗികമായി ദുബായ് യാട്ട് എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. $400 മില്യൺ, അതായത് 3220 കോടി രൂപ ചിലവിൽ നിർമ്മിച്ച ഇത് ഇത്തരത്തിലെ ഏറ്റവും ആഡംബരമേറിയ യാട്ടായി കണക്കാക്കപ്പെടുന്നു. ദുബായിൽ ഇതിനെ സ്നേഹത്തോടെ ഫ്ലോട്ടിംഗ് കൊട്ടാരമെന്നാണ് വിളിക്കുന്നത്. 531 അടി നീളവും 8 നിലകളുമുള്ള ഈ യാട്ടിൽ 50 രാജകീയ സ്യൂട്ടുകൾ, ഒരു ഡിസ്കോ, സ്ക്വാഷ് കോർട്ട്, ഒരു സ്വിമ്മിംഗ് പൂൾ എന്നിവയുണ്ട്. എന്നാൽ ഈ യാട്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിലൊരു മുങ്ങിക്കപ്പൽ കൂടി സജ്ജീകരിച്ചിട്ടുണ്ട് എന്നതാണ്. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. കടലിന്റെ ഏത് ഭാഗത്തായാലും വെള്ളത്തിനടിയിലെ ലോകം കാണണമെന്ന് തോന്നിയാൽ അത് വളരെ എളുപ്പത്തിൽ സാധ്യമാണ്. ഷെയ്ഖ് മുഹമ്മദിന്റെ സമ്പത്തിന്റെ ശൃംഖല ദുബായിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ദ ഗാർഡിയൻ പത്രത്തിന്റെ വാർത്താ റിപ്പോർട്ട് അനുസരിച്ച് ദുബായ് ഭരണാധികാരിയുടെ വലിയൊരു ശതമാനം വസ്തുവകകൾ ലണ്ടനിലും സ്കോട്ട്ലാൻഡിലുമുണ്ട്. ഒരു കണക്ക് പ്രകാരം ബ്രിട്ടനിലുടനീളം 1 ലക്ഷം ഏക്കറോളം ഭൂമി ദുബായ് ഷെയ്ഖിന്റെ ഉടമസ്ഥതയിലുണ്ട്.
അദ്ദേഹത്തിന് കൃത്യമായി എത്ര വസ്തുവകകളുണ്ടെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കാരണം മിക്ക വസ്തുവകകളും മൂന്നാം കക്ഷി കമ്പനികൾ വഴിയാണ് അദ്ദേഹം വാങ്ങിയിരിക്കുന്നത്. ഈ കമ്പനികൾ ടാക്സ് ഫ്രീ രാജ്യങ്ങളിൽ രജിസ്റ്റർ ചെയ്തവയാണ്, അതുകൊണ്ട് അവർക്ക് നികുതി നൽകേണ്ടി വരുന്നില്ല. ബ്രിട്ടനിലെ അദ്ദേഹത്തിന്റെ വസ്തുവകകളിൽ 6300 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു കൺട്രി ഹൗസും ഉൾപ്പെടുന്നു. അതിൽ 58 കിടപ്പുകളും 3 ഹെലിപാഡുകളും 16 കിടപ്പുകളുള്ള ഒരു ഹണ്ടിംഗ് ലോഡ്ജുമുണ്ട്. കൂടാതെ 2019 അദ്ദേഹം ഇംഗ്ലണ്ടിലെ ദൽഹം എന്ന ഗ്രാമത്തിൽ 45 മില്യൺ പൗണ്ടിന് ഒരു വസ്തു വാങ്ങിയത്. അത് വാങ്ങിയതിന്റെ ഉദ്ദേശം അവിടെ കുതിരകൾക്ക് ഒരു ലയം നിർമ്മിക്കുക എന്നതായിരുന്നു. കാരണം അവിടെ നിന്ന് പ്രശസ്തമായ കുതിരപ്പന്തയ ട്രാക്ക് കേവലം കിലോമീറ്ററുകൾ മാത്രം അകലെയാണ്. കുതിരകളുടെ കാര്യം വന്നതുകൊണ്ടറിയുക, ദുബായ് ഷെയ്ഖിന് റേസ് കുതിരകളോട് വലിയ ഭ്രമമാണ്. ലോകത്തെവിടെയെങ്കിലും നല്ലൊരു കുതിരയെ ലേലം ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം ചോദിക്കുന്ന പണം നൽകി അത് സ്വന്തമാക്കും. ഇതിന്റെ ഉദാഹരണമാണ് ഇയർലിംഗ് കോൾട്ട് എന്ന് വിളിക്കപ്പെടുന്ന ഈ കുതിര. അടുത്തിടെ $4.1 മില്യൺ ദുബായ് ഭരണാധികാരി ഇതിനെ വാങ്ങിയപ്പോൾ എല്ലാവരും ആശ്ചര്യപ്പെട്ടു. അദ്ദേഹത്തിന് കുതിരപ്പന്തയത്തിൽ കുതിരകളെ ഓടിക്കാൻ മാത്രമല്ല ഇഷ്ടം, പകരം ലോകമെമ്പാടുമുള്ള നിരവധി കുതിരപ്പന്തയ ട്രാക്കുകൾ നിയന്ത്രിക്കുകയും റേസ് കുതിരകളുടെ ബ്രീഡിംഗ് നടത്തുകയും ചെയ്യുന്ന ഒരു കമ്പനി തന്നെ അദ്ദേഹം തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഷെയ്ഖ് മുഹമ്മദിന്റെ പേരിൽ ഇതൊരു ബിസിനസ് മാത്രമല്ല. ദുബായിലെ ഏതാണ്ട് എല്ലാ ബിസിനസ്സുകളിലും എവിടെയെങ്കിലും അദ്ദേഹത്തിന്റെ പേര് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എമിറേറ്റ്സ് എയർലൈൻസ് മുതൽ റിയൽ എസ്റ്റേറ്റും കൺസ്ട്രക്ഷൻ കമ്പനികളും വരെയുള്ള കോടിക്കണക്കിന് ഡോളറിന്റെ ബിസിനസ്സുകളിൽ നിന്നുള്ള ലാഭം ദുബായ് ഭരണാധികാരിയിലേക്കാണ് എത്തുന്നത്. വാസ്തവത്തിൽ എയർലൈൻ തന്നെ സ്വന്തമായിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു സ്വകാര്യ വിമാനത്തിന്റെ ആവശ്യമില്ല. എങ്കിലും ഷെയ്ഖിന്റെ കൈവശം പ്രത്യേകം തയ്യാറാക്കിയ 2 ബോയിംഗ് 747 വിമാനങ്ങളുണ്ട്. ഒരു വിമാനത്തിന് മാത്രം ഏകദേശം $418 മില്യൺ വില, അതായത് 3260 കോടി രൂപ. എന്നാൽ ഈ തുകയേക്കാൾ കൂടുതൽ അദ്ദേഹം തന്റെ മുൻ ഭാര്യയ്ക്ക് വിവാഹമോചന സെറ്റിൽമെന്റായി നൽകിയിരുന്നു. അതെ, ഷെയ്ഖ് മുഹമ്മദിന്റെ രാജകീയ ചിലവുകളെക്കുറിച്ചുള്ള ചർച്ചകൾ ലോകപ്രശസ്തമാണ്. എന്നാൽ 2019 അന്താരാഷ്ട്ര വാർത്താ തലക്കെട്ടുകളിൽ ഷെയ്ഖിന്റെ പേര് വന്നതോടെ ഈ ചർച്ചകൾ വർദ്ധിച്ചു. ഷെയ്ഖിന്റെ ഏറ്റവും കുറഞ്ഞ പ്രായമുള്ള ഭാര്യ പ്രിൻസസ് ഹയ UK-യിലെ കോടതിയിൽ വിവാഹമോചന സെറ്റിൽമെന്റിനായി ഷെയ്ഖിനോട് £1 ബില്യൺ ആവശ്യപ്പെട്ടു. 2 വർഷത്തെ കേസിന് ശേഷം 2021 കോടതി ദുബായ് ഭരണാധികാരിക്കെതിരെ വിധി പുറപ്പെടുവിച്ചു. തന്റെ മുൻ ഭാര്യ പ്രിൻസസ് ഹയക്ക് £550 മില്യൺ വിവാഹമോചന സെറ്റിൽമെന്റായി നൽകാൻ ഉത്തരവിട്ടു. ഈ തുക ഇന്ത്യൻ കറൻസിയിൽ ഏകദേശം 5300 കോടി രൂപയ്ക്ക് തുല്യമാണ്. കേസിനിടയിൽ പ്രിൻസസ് ഹയ കോടതിയിൽ പറഞ്ഞത് താൻ ദുബായിൽ താമസിച്ചിരുന്നപ്പോൾ പരിമിതമില്ലാത്ത പണം തനിക്ക് ലഭിക്കുമായിരുന്നുവെന്നാണ്. അതായത് അവർക്കിഷ്ടമുള്ളതെന്തും വാങ്ങാമായിരുന്നു, എവിടെ വേണമെങ്കിലും പണം ചിലവഴിക്കാമായിരുന്നു. തനിക്ക് മാത്രം 15 മുതൽ 20 വരെ ആഡംബര കൊട്ടാരങ്ങൾ, ഒരു സൂപ്പർ യാട്ട്, നിരവധി സ്വകാര്യ ജെറ്റുകൾ എന്നിവയുണ്ടായിരുന്നുവെന്നും അവർ കോടതിയിൽ പറഞ്ഞു. ഇവയ്ക്കെല്ലാം പുറമെ കൊട്ടാരത്തിലെ ചിലവുകൾക്കായി ഓരോ വർഷവും $10 മില്യൺ തുക പ്രിൻസസ് ഹയയ്ക്ക് ലഭിക്കുകയും ഷോപ്പിംഗിനായി മാത്രം $11 മില്യൺ ലഭിക്കുകയും ചെയ്തു. അതായത് ഷോപ്പിംഗിനായി മാത്രം 85 കോടി രൂപ. അത് വെറും ഒരു ഭാര്യയുടെ കാര്യം മാത്രമാണ്. ഈ വീഡിയോയും നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സ്നേഹം നിറഞ്ഞ കമന്റുകൾക്ക് നന്ദി. അടുത്ത മനോഹരമായ വീഡിയോയിൽ കാണാം. പരക്കട്ടെ പ്രകാശം.